നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു വിഷയത്തിന്റെ തുടർച്ച, അതിന്റെ വിശകലനം, അതാണ് ഇന്നത്തെ ന്യൂസ് ആംഗിൾ. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയനാട് ദുരന്ത ബാധിതർക്കായി വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് പിരിച്ച പണത്തിന്റെ കണക്കാണ് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചർച്ചാ വിഷയമായിരിക്കുന്നത്. KPCC അധ്യക്ഷൻ ഒരു പേപ്പറിൽ എഴുതി അവതരിപ്പിച്ച കണക്ക് അത് വിശ്വാസയോഗ്യമാണോ? രണ്ടാം ഘട്ട ഭൂമി വാങ്ങാൻ 2.5 കോടിയോളം രൂപ ചെലവാക്കിയെന്ന് പറയുന്നു. എങ്കിൽ ആ ഭൂമി എവിടെയാണ്? അതിനെന്തെങ്കിലും രേഖകളുണ്ടോ? പൊതുസമൂഹം ഉയർത്തുന്ന കൃത്യമായ മറുപടി ലഭിക്കേണ്ട ചോദ്യങ്ങൾ നിരവധിയാണ്. ഈ ഘട്ടത്തിൽ ന്യൂസ് ആംഗിളും പരിശോധിക്കുന്നത് ഇത് തന്നെയാണ്. കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ പിഴച്ചോ എന്ന്, വിവാദം UDFന് തിരിച്ചടിയാകുമോ എന്ന്. പ്രസാദ് ഉടുമ്പശ്ശേരി തത്സമയം നമുക്കൊപ്പമുണ്ട്. പ്രസാദ്, നമ്മൾ നേരത്തെ ഈ വിഷയം സംസാരിച്ചിരുന്നു. അതിന്റെ ആ ഘട്ടത്തിൽ നമ്മൾ ആ കണക്കുകൾ മാത്രം പറഞ്ഞു പോകരുത്. പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ ചോദിക്കുന്നത് പോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഒന്ന്, ഈ പിരിച്ച തുക ആര് എത്ര രൂപ പിരിച്ചു, ആരൊക്കെയാണ് പിരിച്ചത്, അങ്ങനെയാണെങ്കിൽ അവർ പിരിച്ച തുക എത്ര, ഈ തുകയെല്ലാം പോയത് എങ്ങോട്ടേക്ക്, അതിനൊരു കൃത്യമായ കണക്ക് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടോ? ഇന്നലെ ഇപ്പം നേരത്തെ പ്രസാദ് തന്നെ പറയുന്ന പോലെ ഒരു പേപ്പറിൽ എഴുതി കൂട്ടി പറയാണ്. നമ്മൾ മറ്റേ മഴത്തുള്ളി കേൾക്കുന്ന സിനിമയിൽ കൊച്ചിൻ ഹനീഫ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം കൂടെ ഏറിൽ എഴുതി കൂട്ടി ഒരു കണക്ക് പറയുന്ന ആ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. ഇത്രയും വലിയൊരു ഈ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയൊരു മഹാദുരന്തം, ആ മഹാദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയ പാവങ്ങൾ, അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തൊരു സംഭവമാണ്, വലിയൊരു സംഭവമാണ്. അതിന്റെ കണക്കാണ് മറ്റേ വായുവിൽ എഴുതി കൂട്ടിയ പോലെ ഒരു 2 പേപ്പർ തുണ്ട് കൊണ്ടുവച്ച് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ആപ്പ് നിർമ്മാണത്തിന് കാശ് പോയി, ഭൂമി വാങ്ങിച്ചതിന് കാശ് പോയി, ഇനി ഞങ്ങളുടെ കയ്യിൽ കാശില്ല. എന്നാൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ ഒക്കെയും ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കുമ്പോഴത്തേനും 25 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്, 35 ലക്ഷം വാങ്ങിയിട്ടുണ്ട്, 10 ലക്ഷം വാങ്ങിയിട്ടുണ്ട്, ഇതിന്റെയൊക്കെ ഫോട്ടോയുണ്ട്, വാങ്ങുന്ന ചെക്കുണ്ട്. എങ്കിൽ പിന്നെ ഈ പണം എവിടെ പോയി, ഏത് അക്കൗണ്ടിൽ പോയി, എവിടെ ഭൂമി വാങ്ങിച്ചു, ആ ഭൂമിയിൽ ഇപ്പോൾ ഒരിടത്ത് ഭൂമി വാങ്ങിച്ചു, അവിടെ കല്ലിട്ടു, അവിടെ എന്തെങ്കിലും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ? KPCC അധ്യക്ഷൻ ഒരു കാര്യം പറയുന്നു, പ്രതിപക്ഷ നേതാവ് മറ്റൊരു കാര്യം പറയുന്നു. സത്യത്തിൽ ശരിക്കും എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസാദ്? ഈ തിരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ തിരഞ്ഞെടുപ്പാണ്. ഈ ഘട്ടത്തിൽ അവസാന നാളുകളിലേക്ക് പ്രചാരണം എത്തുമ്പോൾ ഇതൊക്കെ തിരിച്ചടിയാകുമോ? തീർച്ചയായും സത്യലക്ഷ്മി, കാരണം അത്രയേറെ നിരുത്തരവാദപരമായാണ് കോൺഗ്രസ് ഈ പരിപാടിയെ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഫണ്ട് ശേഖരണത്തെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നലെ ആ വെള്ള പേപ്പറിൽ എഴുതി കൂട്ടിക്കൊന്ന കണക്ക് അവതരിപ്പിച്ചപ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ടുള്ളത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഒരു പദ്ധതിക്ക് വേണ്ടി സ്വരൂപിക്കുന്ന പണമാണ്. അപ്പോൾ അതിനകത്ത് സാധാരണ ആളുകൾ മുതൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലക്ഷങ്ങൾ വരെ സംഭാവന നൽകിയിട്ടുള്ള ആളുകളുണ്ടാകും. അപ്പോൾ അവർക്കെല്ലാം അവരുടെ ഫണ്ടിന്റെ അത് കൃത്യമായിട്ട്, ഞങ്ങൾ ഇപ്പോൾ ഈ ആപ്പ് വഴി ഇത്ര പേർ, 1000 പേരാണ് ഞങ്ങൾക്ക് ഫണ്ട് വഴി പണം തന്നിട്ടുള്ളത്, അത് ഇത്ര രൂപ എന്നൊക്കെ കൃത്യമായി അവതരിപ്പിക്കുകയും ആ ആപ്പ് കൃത്യമായി ആളുകളെ സുതാര്യമായി അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെ അവരോട് പണം നൽകിയിട്ടുള്ള ആളുകളോട് കാണിക്കുന്ന ഒരു ഉത്തരവാദിത്തത്തിന്റെ പ്രാഥമികമായ ഒരു കർത്തവ്യമാണ്. അത് അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ഈ പണം ഇതിന് തികയില്ല, ഞങ്ങൾക്ക് ഇനി ഫണ്ട് കണ്ടെത്തണം എന്നുള്ളതാണ് പറയുന്നത്. ഈ പദ്ധതി തുടങ്ങിയ സമയത്ത്, വയനാട് ടൗൺഷിപ്പ് തുടങ്ങിയ സമയത്ത് സർക്കാർ അന്ന് ടൗൺഷിപ്പിൽ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. പക്ഷേ വീട് താല്പര്യമില്ലാത്ത ആളുകൾക്ക് 15 ലക്ഷം രൂപ സർക്കാർ നൽകും. അവർക്ക് പുറത്ത് സ്വന്തം വീട് വെക്കാം, അല്ലെങ്കിൽ അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള തീരുമാനമെടുക്കാം. അങ്ങനെ അത് വിശ്വസിച്ച് ആളുകൾ 15 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് വാങ്ങുകയും കോൺഗ്രസ് വീട് നൽകും എന്ന് വിചാരിച്ചുകൊണ്ട് ആ വീട് കാത്തിരിക്കുന്ന ആളുകൾ കൂടി ഈ കൂട്ടത്തിലുണ്ടെന്ന് ഓർക്കണം. അവർ ഇപ്പോൾ എന്ത് ഞെട്ടലായിരിക്കും ഉണ്ടാവുക എന്നൊന്ന് ഓർത്ത് നോക്കണം സത്യലക്ഷ്മി. കാരണം ഇനി ഫണ്ടില്ല, ഇനി ഫണ്ട് കണ്ടെത്തിയിട്ട് വേണം എന്നുള്ളതാണ്. അതൊന്നും കൃത്യമായ കാര്യങ്ങൾ പറയുന്നില്ല. അതിനുവേണ്ടി പ്രത്യേകം ആപ്പ് ഉണ്ടാക്കില്ല, ഒരു പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കില്ല. അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉള്ളതാണ്. AICC കണ്ടെത്തും, KPCC കണ്ടെത്തും. അത്രയും ഫണ്ട് KPCCയുടെ കൈവശമുണ്ടോ എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇത് വളരെ തിരിച്ചടിക്കുന്ന രീതിയിലേക്ക് തന്നെ കോൺഗ്രസിന് ഈ കാര്യങ്ങൾ പോകുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5 or 6 ആളുകൾ ഇതിലേക്ക് സംഭാവന നൽകിയപ്പോൾ തന്നെ 92 ലക്ഷം രൂപയും 30 ലക്ഷം രൂപയും ഒക്കെ ആകുന്ന കാഴ്ചയുണ്ട്. അപ്പം അത്രയും ആളുകളായിരിക്കില്ല. കോൺഗ്രസിന്റെ കേരളത്തിലെ മുഴുവൻ നേതാക്കളും അവർക്ക് പരിചയമുള്ള, സ്പോൺസർ ചെയ്യാൻ കഴിവുള്ള ആളുകളോടൊക്കെ ഫണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അപ്പോൾ അവരെ കൊണ്ട് കഴിയുന്നത് അവരുടെ സ്ഥാപനത്തിന്റെ വലുപ്പമനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ആസ്തിയുടെ ഇതനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ടാവുക. ഇതിനു പുറമെ 19 MP-മാർ, കേരളത്തിലെ നിന്നുള്ള കോൺഗ്രസിന്റെ MLA-മാർ, അവരുൾപ്പെടെ കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റികൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ VS ജോയി അദ്ദേഹത്തിന്റെ മേഖലയിലുള്ള ചുങ്കത്തറ മണ്ഡലം കമ്മിറ്റി നൽകിയിട്ടുള്ള പണം, അതുപോലെ ഓരോ മേഖലയിലും മണ്ഡലം കമ്മിറ്റികൾ, അവരുടെ മറ്റ് കമ്മിറ്റികളൊക്കെ നൽകിയിട്ടുള്ള, മറ്റ് ബഹുജന സംഘടനകൾ നൽകിയിട്ടുള്ള പണം, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെല്ലാം കൃത്യമായ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം.
ശരി പ്രസാദ്, ഇപ്പം ഈ ചോദ്യങ്ങൾക്കൊക്കെയും ഉത്തരം നൽകിയേ മതിയാവുകയുള്ളൂ. കോൺഗ്രസ് അതിന് എപ്പോ ഉത്തരം കിട്ടുമെന്ന കാര്യമാണ് അറിയേണ്ടതും.